ഇസ്ലാമിസ്റ്റ് എംപിമാരിൽ പ്രധാനിയായ അലി അൽ ഉമേറിനാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുബാറക് ജാബിർ അൽ ഹമദ് അൽ സൊബാഹ് രാജ്യത്തെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ മന്ത്രാലയത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. രാജകുടുംബാംഗമായ ഷെയ്ഖ് സാലിം അബ്ദുൽ അസീസ് അൽ സൊബാഹിനെ മാറ്റിയാണ് നേരത്തെ വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അനസ് അൽ സ്വാലിഹിന് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ രണ്ടു തീരുമാനങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യത്തെ സാമ്പത്തിക എണ്ണ അനുബന്ധ വ്യവസായ മേഖലകളിലുള്ളവർ ഉറ്റുനോക്കുന്നത്. എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും പൊതുചെലവ് കാര്യമായി കുറക്കുകയും ചെയ്തില്ലെങ്കിൽ 2018 ആകുമ്പോഴേക്കും കുവൈത്ത് സമ്പദ്ഘടനയിൽ വിള്ളലുകൾ വീഴുമെന്ന് IMF മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വിദേശികൾക്കുള്ള ഇന്ധന സബ്സിഡി നിർത്തലാക്കുന്നതടക്കം നിർദ്ദേശങ്ങൾ നേരത്തെ പാർലമെന്റ് അംഗങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എണ്ണയുൽപാദനം സംബന്ധിച്ച നയങ്ങൾ തീരുമാനിക്കുന്നത് സുപ്രീം പെട്രോളിയം കൗൺസിൽ ആയതിനാൽ വകുപ്പ് മന്ത്രി മാറുന്നതുകൊണ്ട് പ്രകടമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും പ്രമുഖ ഇസ്ലാമിസ്റ്റ് സാമാജികൻ എണ്ണമന്ത്രിയായി വരുന്നതോടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ജനപക്ഷ സ്വഭാവം കൈവന്നേക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. രാജ്യത്ത് സബ്സിഡി ഇനത്തിലും മറ്റും സർക്കാർ അധിക ചെലവ് വരുത്തുന്നു എന്ന അഭിപ്രായക്കാരനായിരുന്നു ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഷെയ്ഖ് സാലിം അബ്ദുൽ അസീസ് അൽ സൊബാഹ്. കമ്പനികൾക്ക് ലാഭവിഹിതത്തിന്റെ 15% കോർപ്പറേറ്റ് നികുതി ചുമത്തിയതടക്കം ഇദ്ദേഹത്തിന്റെ പല നയങ്ങളും സ്വദേശി സംരംഭകരിലടക്കം അതൃപ്തിയുണ്ടാക്കിയിരുന്നു. നേതൃമാറ്റം ധനവകുപ്പിന്റെ ഇത്തരം നയങ്ങളിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടപ്പെടുന്നത്. രാജ്യത്തെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന സുപ്രധാന വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പുതിയ മന്ത്രിമാരുടെ തീരുമാനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് കുവൈത്തിലെ നിക്ഷേപ സമൂഹവും പൊതുജനങ്ങളും. മീഡിയ 1 കുവൈറ്റ് സിറ്റി.